ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 0.2 ബിറ്റ് കോയിൻ മതിയോ നമുക്ക് പണക്കാരനാവാൻ എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഫോളോവർ തന്നെയാണ്, ജിതിൻ തോമസ്. പുള്ളി ചോദിക്കുന്നത് ബ്രോ 0.2 ബിറ്റ് കോയിൻ ഈസ് ഇനഫ് ടു മേക്ക് എസ് റിച്ച്. 2 വർഷം കൊണ്ട് തന്നെ പുള്ളി 0.2 ബിറ്റ് കോയിൻ ആക്കി എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഹോൾഡിംഗ് 20 മില്യൺ സതോഷി. ഓക്കെ, അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ആക്ച്വലി 20 മില്യൺ സതോഷി എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-17 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി ബിറ്റ് കോയിനിൽ അല്ലേ. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്ക് ഭാവിയിൽ നമുക്കൊരു റിട്ടയർമെൻറ്റിനുള്ളൊരു ഫണ്ട് ആവുമോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയൊരു എമൗണ്ട് ആവുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ബിറ്റ് കോയിൻ അടുത്തൊരു 5 വർഷം കൊണ്ട് എത്ര കോടി രൂപയാവും, ബിറ്റ് കോയിൻ അടുത്തൊരു 10 വർഷം കൊണ്ട് എത്ര മില്യൺ ഡോളർ ആവും എന്നുള്ള ഫിഗേഴ്സ് ഒന്നും കാര്യമല്ല. നോർമലി നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ അടുത്തൊരു 5 ഇയേഴ്സിൽ ബിറ്റ് കോയിൻ്റെ വാല്യൂ ഒരു $1 മില്യൺ ആവും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ആക്ച്വലി ഓക്കെ ഇതൊക്കെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. ഇതിനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് പല ആളുകളും ആക്ച്വലി ബിറ്റ് കോയിൻ്റെ പ്രൈസ് മാത്രം നോക്കിയിട്ടാണ് ഇത് ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് എത്തുന്നത്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെ വാല്യൂ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 5 വർഷം മുന്നേ ഒരു പവൻ സ്വർണത്തിൻ്റെ പ്രൈസ് അല്ല ഇപ്പോൾ ഉള്ളത്. 5 വർഷം മുന്നേ സ്റ്റോക്ക് മാർക്കറ്റ് ഏത് ലെവലാണോ ഉള്ളത് അതേപോലെയല്ല ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ ബിറ്റ് കോയിൻ എത്രയാവും എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു നിഫ്റ്റി അടുത്തൊരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 50,000 ലെവലിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞൊരു 5 വർഷത്തെ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അടുത്തൊരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ നിഫ്റ്റി 50,000-ത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഗോൾഡ് ഏകദേശം 1,18,000 രൂപയൊക്കെ ഒരു പവന് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 58,000 ഒക്കെയാണ് ഒരു പവൻ ഗോൾഡിൻ്റെ പ്രൈസ് അല്ലേ. പല ആളുകളും ഇത്തരത്തിലുള്ളൊരു വലിയൊരു ഫിഗർ കാണുമ്പോൾ ഓക്കെ നിഫ്റ്റി 50,000 എത്തും എന്നൊക്കെ പറയുമ്പോൾ ഇതെത്തില്ല എന്ന് പറയും. പക്ഷേ നമ്മളിത് നോർമലി ഉള്ള ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നമ്പറിലോട്ട് വളരെ ഈസിയായി എത്താൻ പറ്റും എന്നുള്ളതാണ് റിയാലിറ്റി അല്ലേ. ഇപ്പോൾ നിഫ്റ്റി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിഫ്റ്റി 12,086 നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് 24,641 അല്ലേ. അതായത് ഏകദേശം 15.2% ആണ് ഓൺ ആവറേജ് ഇയർലി ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വാല്യൂ നമ്മളിവിടെ 24,600 എന്നുള്ളത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15.2% അടുത്ത 5 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു ഫിഗറിലോട്ട് അറൈവ് ആവും. അതായത് 50,000 ലെവലിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഏതൊരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും ബാങ്കിൽ FD ഇടാൻ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാം എന്താണ് പറയുന്നത്, ഹിസ്റ്റോറിക്കലി ഓക്കെ കഴിഞ്ഞൊരു 5 വർഷം ഇത്ര പ്രൈസ് ഇത്ര ഗ്രോത്ത് റേറ്റ് ഈ ഒരു അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഒരു 5 വർഷവും ഇത്ര ഉണ്ടാവും എന്നുള്ളതാണ് അസംഷൻ അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബിറ്റ് കോയിനിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ മാറിക്കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ 5 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ഒന്നും എടുക്കുന്നില്ല, കഴിഞ്ഞൊരു 5 വർഷത്തെ തന്നെ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്താൽ മതി. കഴിഞ്ഞൊരു 5 വർഷത്തെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15.2% ആണ് നിഫ്റ്റിയുടെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അതേപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ റിട്ടേൺ ആണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15.3% ആണ് സ്വർണ്ണത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ. അതായത് ഡോളർ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ അതായത് INRൻ്റെ വാല്യൂ താഴ്ന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഓൺ ആവറേജ് നമ്മൾ നോക്കുമ്പോൾ 15.3% ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 8% നമ്മൾ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 8% കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8% എടുക്കാം. ബിറ്റ് കോയിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വാല്യൂയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 75.4% ആണ്. ഓക്കെ, അതായത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുന്നേ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഡിസംബർ 14-ന് 5,460,000 എന്നുണ്ടെങ്കിൽ ഇന്ന് 83,30,50,000 ആണ്. ഇത് 10 വർഷമൊക്കെ ഇനിയൊരു 6-7 വർഷം പുറകിലോട്ട് പോകുമ്പോൾ ഇതിലും കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു 5 വർഷത്തെ ഡാറ്റ എടുത്താൽ പോലും ഏകദേശം 75% ആണ് ബിറ്റ് കോയിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ,
അപ്പോൾ ഇതേ ഒരു റേറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.2 ബിറ്റ് കോയിൻ്റെ വാല്യൂ അടുത്തൊരു 5 വർഷം ആകുമ്പോൾ എത്രയാവും എന്ന് നോക്കാം. സോ ഇപ്പോൾ 0.2 ബിറ്റ് കോയിൻ്റെ വാല്യൂ എത്രയാണ്? 17 ലക്ഷം രൂപയാണ് അല്ലേ? ഏകദേശം ഒരു 17 ലക്ഷം, നമ്മൾ റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 17 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു 17 ലക്ഷം രൂപ ഈ പറയുന്ന നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത സ്വർണ്ണത്തിലാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും എഫ് ഡിയിലാണ് എന്നുണ്ടെങ്കിലും ഇതിൽ ഇതേ ഒരു ഗ്രോത്ത് റേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പൈസയാണ് 5 വർഷം കൊണ്ടാവുക? ഇപ്പോൾ നിഫ്റ്റിയിലാണ് എന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷവും ഇതേപോലെ 15.2% റിട്ടേൺ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ 34,49,000 രൂപയാവും ഇപ്പോൾ ഈ ജിതിൻ്റെ കയ്യിലുള്ള 17 ലക്ഷം രൂപയുടെ വാല്യൂ അല്ലേ. അതേപോലെ ഗോൾഡിലാണ് എന്നുണ്ടെങ്കിലോ 34,64,140 രൂപയാവും ഇതേപോലെ ഗോൾഡ് വില കൂടുകയാണ് എന്നുണ്ടെങ്കിൽ. എഫ് ഡി ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള 8% ആണ്, 24,97,858 രൂപയാവും. ബിറ്റ് കോയിനിൽ കഴിഞ്ഞ 5 വർഷത്തെ അതേ ഗ്രോത്ത് റേറ്റ് അടുത്ത 5 വർഷവും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 2,82,22,000 രൂപയായിരിക്കും 2029 എൻഡോട് കൂടിയിട്ട് ഈ ഒരു 17 ലക്ഷം രൂപയുടെ വാല്യൂ ആവാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ പല ആളുകളും പറയുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഗ്രോത്ത് അടുത്തൊരു 5 വർഷം കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, അത് ഓക്കെ കഴിഞ്ഞ 5 വർഷം ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അടുത്ത 5 വർഷം ഉണ്ടാവണം എന്നില്ല എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതിലും അപ്ലിക്കബിൾ ആണ് അല്ലേ. അതായത് നിഫ്റ്റി കഴിഞ്ഞ 5 വർഷം 15.2% കൂടിയെന്ന് പറയുമ്പോൾ ബിറ്റ് കോയിൻ അടുത്ത 5 വർഷം 15%, 75% കൂടില്ല എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അസറ്റ് ക്ലാസ്സുകളും അതേപോലെ കൂടില്ല എന്ന് പറയണം. പക്ഷേ നമുക്ക് അത് ഒഴിവാക്കാം. കഴിഞ്ഞ 5 വർഷം പോലെ കൂടിയില്ല, ഇതിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം അടുത്തൊരു 5 വർഷവും 10 വർഷവും 15 വർഷവും ഈ റിട്ടേണിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു വരികയാണ് എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ 5 വർഷം 75% പകരം അടുത്ത 5 വർഷം 50% ഗ്രോത്ത് ഉണ്ടായാൽ പോലും ബിറ്റ് കോയിൻ്റെ ഈ പറയുന്ന 17 ലക്ഷം രൂപയുടെ വാല്യൂ 2030 ആകുമ്പോഴേക്കും 1,29,09,000 രൂപയാവും. ഓക്കെ, നമുക്കിനി വീണ്ടും കുറയ്ക്കാം. അതായത് ബിറ്റ് കോയിൻ ഇനി അടുത്ത ഒരു 5 വർഷം 75% പകരം അതിൻ്റെ പകുതിയിലും താഴെ 30% റിട്ടേൺ ഉണ്ടാക്കിയാൽ പോലും ഏകദേശം 63,11,000 രൂപയായിരിക്കും 17 ലക്ഷം രൂപയുടെ 2029 എൻഡോട് കൂടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇതേപോലെ എല്ലാ വർഷവും 30% കൂടും എന്നുള്ളതല്ല പറയുന്നത്. ഇവിടെയൊക്കെ അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഇപ്പോൾ നിഫ്റ്റി ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഓൺ ആവറേജ് നമ്മളൊരു 5 വർഷത്തെ ലോങ് ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് ഓൺ ആവറേജ് ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ബിറ്റ് കോയിൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പെർസെൻറ്റേജ് താഴോട്ട് പോയിട്ടുണ്ട്, മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഓൺ ആവറേജ് നമ്മളൊരു 5 വർഷത്തെ ലോങ് പീരീഡ് എടുക്കും തോറും ഇതിൻ്റെ റിട്ടേൺ വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ 2029 എൻഡോട് കൂടിയിട്ട് ഇതേ ഒരു ഗ്രോത്ത് റേറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും നിഫ്റ്റിയുടെ വാല്യൂ 49,754 ആയിരിക്കും. അതേപോലെ സ്വർണ്ണത്തിൻ്റെ വില ഒരു പവന് 1,18,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ബിറ്റ് കോയിൻ്റെ വിലയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14,11,12,000 രൂപയ്ക്ക് മുകളിലോട്ടായിരിക്കും. അതായത് ഇത് ഡോളർ ടേംസിൽ, അതായത് ഇപ്പോഴുള്ള റേറ്റിലാണ് പറയുന്നത്. ഇനി ഇതിലും കൂടുതൽ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞൊരു 5 വർഷത്തെ INR ഡോളറിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു വരികയാണ്. സോ INRൻ്റെ വാല്യൂ ഇനിയും കുറഞ്ഞു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനി വീണ്ടും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിരിക്കും പ്രൈസ് എന്നുള്ളതാണ്. സോ നമ്മൾ 50% ആണെന്നുണ്ടെങ്കിലും 30% ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനേക്കാളും കൂടുതൽ റിട്ടേൺ ബിറ്റ് കോയിനിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നോക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 വർഷം ഈ 17 ലക്ഷം രൂപ ജിതിൻ 17 ലക്ഷം രൂപ അടുത്തൊരു 5 വർഷം ഹോൾഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈവൻ ഇഫ് ഒരു 50% ഗ്രോത്ത് റേറ്റിൽ ബിറ്റ് കോയിൻ ഗ്രോ ആയതിനു ശേഷം 2029 എൻഡോട് കൂടിയിട്ട് 1,29,00,000 രൂപ ആയി എന്ന് വിചാരിക്കുക. അതിന് ശേഷം അടുത്തൊരു 10 വർഷവും പുള്ളിക്കാരൻ ഈ ബിറ്റ് കോയിൻ വിൽക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ. അടുത്തൊരു 10 വർഷം 2030 മുതൽക്ക് 2030 ബിറ്റ് കോയിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1,29,00,000 രൂപയായിരിക്കും അല്ലേ, 0.2 ബിറ്റ് കോയിൻ്റെ വാല്യൂ. അതിനുശേഷം അടുത്തൊരു 5 വർഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് 50% ഗ്രോ ആയി. അതിൻ്റെ ശേഷം 15% ഗ്രോ ആയാലും, അതായത്
ഇതേപോലെ ഈ പറയുന്ന ഗോൾഡിൻ്റെയും നിഫ്റ്റിയുടെയും വാല്യൂ കൂടുന്നത് പോലെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്താൽ 15% വെച്ച് ഗ്രോ ആയാൽ, അതേസമയം എല്ലാ മാസവും ജിതിൻ ഒരു ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് എല്ലാ മാസവും 1,00,000 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ജിതിൻ ഇങ്ങനെ സെല്ല് ചെയ്ത് പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് വിചാരിക്കുക എല്ലാ മാസവും. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ. അങ്ങനെ അടുത്ത 10 വർഷം കണ്ടിന്യൂ ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് 10th ഇയർ, അതായത് 2040 ആവുമ്പോഴേക്കും എന്നാലും ജിതിൻ്റെ കയ്യിൽ 2,97,57,000 രൂപ വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ഉണ്ടാവും. അതായത് 0.2 ബിറ്റ് കോയിൻ അല്ല, അതിൽ നിന്നും ഒരുപാട് കുറയും. പക്ഷേ എന്നാലും പുള്ളിയുടെ കയ്യിലുള്ള ബിറ്റ് കോയിൻ്റെ വാല്യൂ 2,97,57,000 രൂപ വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരിക്കലും ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും അതിൻ്റെ പ്രൈസ് അല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് $1,00,000 ആണ്, ഓക്കെ, അത് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. 1 കിലോ സ്വർണത്തിൻ്റെ വാല്യൂ 85 ലക്ഷം രൂപയാണ്, ഓക്കെ, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. അതേപോലെ തന്നെ നിഫ്റ്റി ആണ് എന്നുണ്ടെങ്കിലും, ഓക്കെ, ഇത് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്, നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതല്ല. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും നോക്കേണ്ടത് കഴിഞ്ഞൊരു 10 വർഷം, കഴിഞ്ഞ ഒരു 5 വർഷം ഏതാണ്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് ക്ലാസ് എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന അസറ്റ് ക്ലാസ് ഏതാണ്, അതിൽ എത്ര റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മളൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.